ഇപ്പൊ മദ്യപാനം ഉണ്ടോ ശോഭരാജ? മദ്യപാനം ഇപ്പൊ ഇല്ല, വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം, അത്രേ ഉള്ളൂ. എപ്പോഴും കല്യാണം കഴിക്കണം എന്നുള്ളൊരു ചിന്തയാണ് എന്നോട് എപ്പോഴും. കല്യാണം കഴിച്ച് നോക്കാൻ വയ്യാത്ത പിന്നെ കല്യാണം കഴിക്കാം. ദിവക്കല്ലേ എന്ന് പറഞ്ഞില്ല, വല്ലപ്പോഴും ഇച്ചിരിച്ച് അടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു 90 അടിച്ചാലും 120 അടിച്ചാലും എല്ലാം ഒന്നല്ലയോ എന്ന് വിചാരിച്ചാൽ കളിക്കുന്നു. കേട്ടോ, അത് നീ ആരോടാ സംസാരിച്ചെന്നാ പറഞ്ഞ എന്നോട്? കൂട്ടുകാരുടെ ഭർത്താവിനോട്. കൂട്ടുകാരുടെ ഭർത്താവിനോട് ഭർത്താവ് തന്നെ നിന്നോട് ചോദിക്കുന്നത് നീ കടലയാണോ കഴിച്ചത്, സാമ്പാറാണോ കഴിച്ചത്? എല്ലാരും പറയാം അമ്മയും അച്ഛനും മരിക്കുമ്പോ അച്ഛനെയും അമ്മയും ഞാൻ കണ്ടു എന്ന്. ഇന്ന നാട് വരെ ഞാൻ കണ്ടിട്ടില്ല. മരിച്ചവർ അവരുടെ കാര്യം നോക്കി അങ്ങ് പോയി, വായിലങ്ങ് പോയി. നമ്മള് കേസ് കൊടുത്തന്നാ അവിടെ അടിച്ചെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവര് കൊടുത്തു. ഡോക്ടർക്ക് വെളിവില്ല ഞാൻ കേസ് കൊടുത്തു. ഞാൻ കള്ളം പറയേണ്ട സമയത്ത് കള്ളം പറയാം, അല്ലാത്തപ്പോ ഞാൻ കള്ളം പറയാം. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതുമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയപ്പോ പെങ്ങള് കയറി വന്നു. പെങ്ങള് ഭാര്യയായിട്ട് താമസം. അവള് കയറി വന്നു, അവളുമായിട്ട് വഴക്കുണ്ടായി. ഞാൻ ചാടിച്ചെന്ന് അവളെ അടിച്ചു. പിന്നെ കണ്ണു കിട്ടിയതിനൊക്കെ പെങ്ങള് മൂത്ത പെങ്ങള് വന്നു, അവളെ അടിച്ചു. കണ്ണു കിട്ടിയതിനൊക്കെ അന്നേരം ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ട് അള്ളി പറിച്ചപ്പോ സ്റ്റേഷനിൽ വന്നപ്പോ കാണണ്ടായി. ഞാൻ കാണണ്ടായി. പരാതി കൊടുത്തു സ്റ്റേഷനിൽ വിളിപ്പിച്ചു തന്നെ. ഡോക്ടർമാർക്ക് എന്തോ എഴുതാൻ വയ്യാത്ത. എന്തായാലും എന്റെ പഠിച്ച കൂടെ ഉള്ളപ്പോ ഞാൻ ഇതുവരെ നേർന്നിട്ടില്ല. പിന്നെ എന്നെ കൊച്ചിനെ തള്ളി കളഞ്ഞേച്ച് പോവാണെങ്കിൽ ചിലപ്പോ ഞാൻ നേരുവോ ചിലപ്പോ വെടിവെക്കോ ഒക്കെ